നല്ല സ്ഥലത്താണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മാർഗത്തിൽ വന്നതാണ് ഏറ്റവും ഭാഗ്യം. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം, പെന്തിക്കോസി വന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതെ അതെ, എല്ലാത്തിനും മാറ്റം വന്നത് ഈ പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. ഇതിനകത്ത് വന്നതാണ് നമ്മുടെ രക്ഷ. വേദപുസ്തകത്തിന് വെളിച്ചത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറയാനുണ്ട്, 10-30 വർഷമായി പെന്തിക്കോസി വന്നിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായിരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എനിക്ക് നിങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പെന്തിക്കോസിനൊരു കുഴപ്പമില്ല. സ്തോത്രം സ്തോത്രം. ചിലരൊക്കെ ധരിച്ചു വെച്ചേക്കുന്ന പെന്തിക്കോസ് എല്ലാം തകർന്ന് ഇനി പെന്തിക്കോസ് രക്ഷപ്പെടുകയില്ല. സ്തോത്രം. ശരിയായ ഉപദേശമായത്. ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഒരു ഉപദേശമായി പെന്തിക്കോസ് ഉപദേശം. നിങ്ങൾ ശരിക്കും പഠിച്ചു. മറ്റുപദേശങ്ങളിലെല്ലാം വരവക്കേടുകളുണ്ട്. ഇത് ഏറ്റവും നല്ല ഉപദേശം. ഈ ഉപദേശപ്രകാരം ജീവിച്ചാൽ ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം അറിയും. അപ്പൊ സകലവിധ ദീനങ്ങളെ വ്യാധികളെ സൗഖ്യമാക്കി. അതാണ് 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പം ഓടിച്ചവസാനിപ്പിക്കുക. 7-ാം അധ്യായത്തിൽ നിത്യജീവൻ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. അതാണ് 7-ാം അധ്യായത്തിൽ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ, ആമൻ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ ആമൻ വരുമ്പോൾ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. ഇതുപോലൊരു ഇടയൻ വേറെ ഇല്ല. ശ്രേഷ്ഠ ഇടയൻ, യോഗ്യനായ ഇടയൻ, ആടുകളുടെ വലിയ ഇടയനാകുന്ന നല്ല കർത്താവാകുന്ന ക്രിസ്തു യേശു. അതാണ് 10-ാം അധ്യായം. 11, 12 അധ്യായങ്ങളിൽ ഓർപ്പിച്ചല്ലോ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ആമൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാ എന്ന് പറഞ്ഞാൽ യേശു കൊല്ലുന്ന ദൈവമല്ല, അവിടുന്ന് ജീവിപ്പിക്കുന്ന ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, അവിടെ നിന്ന് ഉയർത്ത് ജീവിക്കുന്ന ദൈവമാ. യേശു നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാ. അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവമാ. അത് 13-ാം അധ്യായത്തിൽ പെസഹ. 14-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇനി 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താ അങ്ങനെ കർത്താവ് പറയാൻ കാര്യം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് 14-ാം അധ്യായത്തിൽ പറയുകയാണ്. അത് പറയാനുള്ളതിന്റെ കാരണം നമുക്കറിയാം. 13-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചല്ലോ, പെസഹായ. അതാണ് 13-ാം അധ്യായത്തിലെ വിഷയം. യോഹന്നാന്റെ സുവിശേഷം 13. ആ പെസഹയോട് ബന്ധപ്പെട്ട് പാപം കഴുകല്. ഈ 13-ാം അധ്യായത്തിൽ പെസഹ. ഈ പെസഹയുടെ സമയം വന്നപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്തോത്രം, നമ്മൾ പെസഹായ്ക്ക് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു പെസഹായാണ് ഞങ്ങൾ എവിടെ ശാല ഒരുക്കേണ്ടത്. അതിന് അങ്ങനെ പറയാൻ കാര്യം പെസഹായപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഗുരു ഞങ്ങൾ എവിടാ ശാല, സ്തോത്രം, എവിടെ ഒരുക്കണമെന്ന്. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം? നിങ്ങളാണ്ട ചോദ്യം ചോദിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 12 മുതൽ ഒന്ന് വായിച്ചേ. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം? നീ പെസഹ ഒരുക്കേണ്ടതിന് ഞങ്ങൾ എവിടെ, പെസഹ കഴിക്കേണ്ടതിന് ഞങ്ങൾ എവിടെ
ഒരുക്കണം. അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം, ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവരാരെയായി സേവിക്കുന്ന, ആരുടെ കൂടെയാ പോകുന്നത്? യേശുവിൻ്റെ കൂടെ. ഈ ശിഷ്യന്മാരിങ്ങനെ ചോദിക്കണം, എവിടാ ഒരുക്കേണ്ടെന്ന് ചോദിക്കാൻ കാര്യം, കയറി കിടക്കാൻ ഇടമൊന്നുമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല. സ്തോത്രം. എൻ്റെ ഭാഷയെ ചില വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ വസ്ത്രങ്ങളും അധികമില്ല. സ്തോത്രം. ഫിക്സഡ് ഡിപ്പോസിറ്റും ഇല്ല, അന്നെന്നുള്ളതാ. സ്തോത്രം. ഒന്നുമില്ല, ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല. ഇരുന്ന് പ്രസംഗിക്കാൻ ഒരിടമില്ല. അതുകൊണ്ടാ എല്ലാവരുടെയും വള്ളത്തെ കയറിയിരുന്നു. ശിഷ്യന്മാരെല്ലാം രാത്രി പോകും, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. കയറി കിടക്കാൻ ഇടമില്ല, പാട്ടുകാരൻ പഠിക്കുന്ന തലചായ്ക്കാൻ ഇടമില്ലെന്നാണ്. സ്തോത്രം. യോഗം നടത്താൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഒന്നുമില്ലാത്തവനായിട്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഞങ്ങൾ എവിടെ പെസക ഒരുക്കേണ്ടത്? അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗമാണ്, നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ ചെല്ലുവിൻ. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ. നിങ്ങൾ ആ നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട്, അവിടെ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന്, അവന്റെ പിന്നാലെ നിങ്ങൾ ചെല്ലണം. അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്. അപ്പോൾ യേശു പറയുകയാ, നിങ്ങൾ പെസക ഒരുക്കേണ്ടത് നിങ്ങൾ നഗരത്തിൽ ചെല്ലണം. അപ്പൊ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് ഒരുത്തൻ വരും, അടയാളമാണ്. അവനുമായിട്ട് ഉടക്കൊന്നും ഉണ്ടാക്കരുത്. അവനോടൊന്നും ചോദിക്കേ, ഇപ്പോഴാന്നോടാ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്, പെസകയുടെ ടൈം ആകുമ്പം. അവൻ നമ്മുടെ വിഷയമല്ല. അവനൊരു വലിയ വീട്ടിൽ കിടക്കും, നിങ്ങളും അവിടെ ചെല്ലണം. വീട്ടുടയവനോട് ചോദിക്കണം, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അടുത്തത്, അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. വിരിച്ചൊരുക്കിയ വന്മാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അവിടെയാണ് പെസക ഒരുക്കേണ്ടത്, വിരിച്ചൊരുക്കിയ വന്മാളിക. ഇത് കർത്താവ് പറയാനുള്ളതിന്റെ കാരണം, കയറിക്കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, യോഗം നടത്താൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഭക്ഷണവും എപ്പോഴും ഒന്നും ലഭിക്കത്തില്ല. ചിലരെ അത്താഴത്തിന് വിളിക്കും, ചിലരെ മുത്താഴത്തിന് വിളിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും യോഗം കഴിഞ്ഞ് നിങ്ങൾ മിക്കപ്പോഴും പോകുന്നത്. ചിലയിടങ്ങളിലൊക്കെ സമൃദ്ധിയാക്കിയ ഭക്ഷണം കൊടുത്തു, ചില സമയത്ത് വിശന്ന് ഊപ്പാട് വന്നുകൊണ്ടാണല്ലോ വലിയവരുടെ വയലിറങ്ങി കതിര് പറിച്ച് തിരുമി തന്നു. ഒരിക്കലും അവിടുന്ന് വിശന്നേച്ച് അത്തിയെ നോക്കി, അവിടുന്ന് വെച്ചു. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാന്നോ മറന്നു പോയത് കൊണ്ടാന്നോ എന്തോ ജിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണവും കഴിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയായി ശുശ്രൂഷയില്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്, എവിടെ പെസക കഴിക്കേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ നഗരത്തിൽ ചെല്ലണം. ഒരു മനുഷ്യൻ വെള്ളവും കോരിക്കൊണ്ട് വരും, അവനെ നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ കൂടെ ചെല്ലണം. വീട്ടിടുന്നവനുടെ കാര്യം പറയണം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസക ഒരുക്കി. ഈ പ്രവചനം പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഇവരെ പെസക ഒരുക്കി. അപ്പൊ 13-ാം അധ്യായത്തിൽ ഈ വന്മാളിക, അത് നഗരത്തിൽ, ഞാനിങ്ങനെ പറഞ്ഞ ടൗണിലെ പട്ടണത്തിലെ വലിയ വന്മാളിക. ഈ വന്മാളികക്കകത്ത് യേശു ശിഷ്യന്മാര് പ്രവേശിച്ചു. എൻ്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് പറയുക, വന്മാളിക, വിരിച്ചൊരുക്കിയ വന്മാളിക. ഈ വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ഇവരെല്ലാം ചെന്നിരിക്കുക. എൻ്റെ ഭാവനയാ, യേശു ഇരിക്കുന്നു, 12 ശിഷ്യന്മാരും. അപ്പൊ ഈ പട്ടണത്തിലെ ഈ വലിയ വീട്ടിൽ ചെന്ന് ഈ വന്മാളിക കണ്ട്, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ ഫർണിഷനായ കാര്യങ്ങളെല്ലാം കണ്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞ ഇവരുടെ അകവാള് വെട്ടി. അപ്പൊ ഈ 12 പേരും ഇങ്ങനെ ഇരുന്നപ്പോ ഇവര് തമ്മിൽ സംസാരിച്ച് കാണണം. അത് എഴുതിയിട്ടില്ലെങ്കിലും ന്യായമായിട്ടൊരു ചിന്തയാണ്. ഇവര് തമ്മിൽ പറഞ്ഞു കാണുമായിരിക്കും, ഇത് ഭയങ്കരം വീടാണ്, നമ്മൾ ഉദ്ദേശിച്ച പോലൊരു വീടൊന്നും അല്ല, മുറികൾ ഒത്തിരി ഉണ്ടെന്നാണ് തോന്നുന്നത്.
തന്നെ ഇതിൽ മുഴുവൻ ഈ ഫർണിഷ്ഡ് സാധനം ഇതെല്ലാം ഇവിടുത്തെ തടിയല്ല, ഇതെല്ലാം വില കൂടിയ സാധനമാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ ലൈറ്റൊന്നും ഇവിടുത്തെ ലൈറ്റ് ആകാൻ സാധ്യത ഇല്ല. അപ്പോൾ ഒരുത്തൻ എൻ്റെ ചിന്തയായി പറഞ്ഞ കേട്ടോ, അവിടെ എഴുതിയിട്ടില്ല, ഭാവന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരുത്തനെ അവിടെ സെറ്റിയിലോട്ടിരുന്നപ്പം അങ്ങ് താഴികം പൊങ്ങും. അപ്പം പറഞ്ഞ് ഇരുന്നിട്ട് നല്ല സുഖമായി, എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കാണാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്ത മനുഷ്യനല്ലേ, കാരണം ഇവര് മിക്കവരും മുക്കുവന്മാരാ, കടപ്പുറത്ത് ജീവിച്ചവരും കടലും വലയും പടകും വലയൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ടവരാ. പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നും ചിലർക്ക് ഇല്ല, സാധാരണക്കാരാ. അങ്ങനെ ആണല്ലോ അപ്പോസ്തലർ പ്രവൃത്തി, ഇവർ സാധാരണക്കാരാകയാൽ. അപ്പൊ ഈ നമുക്കറിയാം, ഈ തീരദേശത്ത് ഇവർ പാർക്കുന്നവർ അങ്ങനെ ചിന്തിച്ചു, അല്ലെ കടലും പടകും വലയൊക്കെ ആയിട്ടാ, വലിയ സാമ്പത്തിക ഭദ്രത അധികം കാണുകയിലായിരിക്കാം. ഇങ്ങനെയുള്ള ഇവര് ഈ പട്ടണത്തിൽ ചെന്ന്, ഈ പ്രൗഢഗംഭീരമായ ഈ വീട്ടിൽ ചെന്ന്, ഈ വീട് വന്നതിന്റെ ചുറ്റുപാടും ഇതൊക്കെ കാണുമ്പോൾ ന്യായമായി സാമാന്യ നിലയിൽ ചിന്തിച്ചാൽ മതി, അകവാള് വെട്ടി. അപ്പൊ അഭിപ്രായമൊക്കെ പറഞ്ഞു കാണും. അതിനിടയ്ക്ക് ഒരുത്തം പറഞ്ഞു കാണും, ഞാനും ഇത് വന്നപ്പം മുതലെല്ലാം വായിച്ച് ചെയ്യുക. ആട്ടെ, നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇല്ല പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ ഇടയാ. അതാ എൻ്റെ പരമാർത്ഥം. യേശുവിനെ കണ്ടതും യേശുവിൻ്റെ കൂടെ കൂടിയതാ നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ എന്തേലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ മാർഗത്തിൽ വന്നതാ, യേശുവിനെ അറിഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഈ വീട്ടിൽ കയറാനിടയായത് യേശുവിനെ കണ്ടതുകൊണ്ടാണ്. ഞാന് മറ്റു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. വലിയ വലിയ വീടുകളിൽ പാർത്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അതെല്ലാം യേശുവിനെ കണ്ടതുകൊണ്ട്. അല്ലെ പഴയ രീതി വെച്ചാൽ ഒരൊറ്റ വീട്ടിൽ പോലും നമുക്ക് കയറാൻ ഇടവരികല്ല. ഉന്നതന്മാരാകുന്ന മാന്യന്മാരാകുന്ന ആൾക്കാരുടെ വീട്ടിൽ പോകുവാനും പാർക്കുവാനും ഇടപെടാനും ഒക്കെ ഇടയായത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്, ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു കാണും, അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇത് കയറാനും ഇരിക്കാനും ഒക്കെ ഇടയായത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു കാണും, നമ്മളെ അധികം നേരെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അയനാന്നു പുള്ളി കഴിഞ്ഞ ആഴ്ച യോഗത്തിന് പറഞ്ഞായിരുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കാണുകയല്ലെന്ന്. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കാണുകയില്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പുള്ളി എങ്ങോട്ടാന്ന് പുള്ളിക്കും ഒന്നും തെളിച്ച് പറയുന്നില്ല. പുള്ളി ഒന്നും ചില കാര്യമൊന്നും യേശു തെളിച്ച് സത്യമില്ലേ. പിന്നെ ഇവരങ്ങ് വ്യാഖ്യാനിക്കുക. ഒരിക്കൽ യേശു പറഞ്ഞു, മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിയാന്ന്. ഒരുത്തൻ പറഞ്ഞു, 42 കൊല്ലം കൊണ്ട് പണിതതാ. പുള്ളി എനിക്കൊന്ന് ഷുഗറിൻ്റെ ടാബ്ലറ്റ് എടുത്തില്ലെന്നാ. അല്ല പിന്നെ ഇങ്ങനത്തെ വർത്താനമൊക്കെ ഇവർക്ക് പല കാര്യവും പിടികിട്ടിയില്ല. ഒരിക്കൽ യേശു പറഞ്ഞു, യോന മത്സ്യത്തിന്റെ ഉദരത്തിരുന്ന പോലെ മനുഷ്യപുത്രൻ. അപ്പോൾ ഒരുത്തം അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ കൂടെയാണെങ്കിൽ പറഞ്ഞത്, നമുക്ക് പുള്ളി ഒരു സൈക്കാട്രിയെ കാണിക്കുന്നത് യേശുവിനെ. കർത്താവ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചിലത് കാര്യം തെളിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുത്തം പറഞ്ഞ അധിക നേരം ഒന്നും ഇരിക്കാനൊക്കെ ഇല്ല, പുള്ളി കുറഞ്ഞൊന്നും കഴിഞ്ഞാൽ കാണുകയല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഒരുത്തം പറഞ്ഞേ, നമുക്ക് ഇത്ര വീടും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, അതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ. നമ്മൾ ഇറ വരച്ച ഇങ്ങനത്തെ ഒരു വീട് പണിയുമെന്നോ ഇങ്ങനത്തെ സാധനം നമ്മുടെ വീട്ടിൽ കിട്ടുമെന്നോ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ ഇങ്ങനെ ഈ ചിന്തകളെല്ലാം അകത്ത് കയറി തന്നെയല്ലേ കർത്താവ് ഈ ലോകം വിട്ട് പോകാൻ പോവാ. ഇതെല്ലാം കൂടെ അകത്ത് കയറി ഇവിടെ ഹൃദയം അങ്ങ് കലങ്ങി. ഈ ന്യായമായ ആ ഭാഗം പഠിച്ചാൽ ഈ വീടിന്റെ പണിയും വീടും കൂടെ ഒക്കെ കണ്ടായി കലങ്ങിയേക്കുന്നത്. യേശു ഈ ലോകം വിട്ടു പോകുക, അതാ മെയിൻ വിഷയം. എന്നാൽ അതിൻ്റെ
സബ്ബായിട്ട് ഞാൻ പറയാ, ഈ വീടും ചുറ്റുപാടും പണിയൊക്കെ കണ്ട് അതുകൂടെയൊക്കെ കണ്ടാ കലങ്ങിയത്. ഒരുത്തൻ പറഞ്ഞു നമുക്ക് ഇരിക്കാനെങ്കിലും ഒത്തല്ലോ. ഞാൻ ഓർത്തതല്ല ഇങ്ങനെ ഒത്തിരി വീട്ടിൽ കയറുമെന്നോ അല്പനേരം ഇവിടെ ഇരിക്കാമെന്നോ ഓർത്തതല്ല. ഞാൻ പറയാനുണ്ട്, നിങ്ങൾ ചിലര് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വിമാനം അതിൻ്റെ ശബ്ദം കേൾക്കുകയേ ഉള്ളൂ, വിമാനം പോലും കാണാൻ. എന്നാൽ കൊത്തയാന്നേലും വലിയ ഇതൊന്നും ഇല്ലേലും വിമാനത്തെ കയറാൻ ഇടയായി. അത് ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. അല്ല പിന്നെ സാറിങ്ങനെ വിമാനത്തെ കയറ്റുമായിരുന്നു പഠിക്കാതെ എന്നപ്പം. അങ്ങനെയൊക്കെ മിക്കവരും വിമാനത്തെ കയറിയതാ. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം അല്ലേ, നമ്മൾ വിമാനത്തെ കയറും. പക്ഷെ ഈ മാർഗത്തിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. അപ്പൊ ഈ വീടും അതിന്റെ പണികളും എല്ലാം കണ്ട് ഹൃദയം അങ്ങ് കലങ്ങി. അതുകൊണ്ട് കർത്താവ് 14-ാം അധ്യായത്തിൽ ഒരു പരാമർശം കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ എന്റെ പിതാവിന്റെ ഭവനം, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പട്ടണത്തിലെ ഈ വീട് കണ്ട് ഇവരുടെ ഹൃദയം കലങ്ങി. അത് കർത്താവ് മനസ്സിലാക്കി ഹൃദയം കലങ്ങാനുള്ളതിന്റെ കാരണം. കർത്താവ് ഉൾപ്പുകളെ നിലവുകളെ ആരായുന്നവനാ. അവിടുന്ന് മനസ്സിലാക്കി ഈ വീടിന്റെ പണിയും വീടും ഒക്കെ കണ്ട് ഇവിടെ അതുകൂടെ ചേർത്താ ഇവരുടെ ഹൃദയം കലങ്ങിയത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോവുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമെല്ലാം മാറണം. ഏതേലും വിഷയത്തിൽ ആരെങ്കിലും ഹൃദയകലക്കത്തോടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്റെ ഹൃദയത്തിന്റെ കലക്കം മാറ്റും. ഒരു പക്ഷേ സാമ്പത്തിക വിഷയമായിരിക്കാം, ഒരു പക്ഷേ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, ഒരു പക്ഷേ കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ഒരു പക്ഷേ ശുശ്രൂഷകരുടെ വിഷയമായിരിക്കാം, സഭയുടെ വിഷയമാകാം, ഒരു പക്ഷേ രോഗവിഷയങ്ങളാകാം. ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി ഹൃദയകലക്കത്തോടെ എന്നെ കേൾക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഓർപ്പിക്കട്ടെ, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ കലക്കം മാറ്റുന്നവനാ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമെല്ലാം മാറട്ടെ. ഇന്ന് രാത്രി നിരാശയോടെ ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവിടുന്ന് പൂർണ്ണ വിടുതൽ ഇന്ന് രാത്രി കൽപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. അവിടെ എന്താ കർത്താവ് ഹൃദയം കലങ്ങരുതെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ എൻ്റെ വാക്കുകൾ നടത്താം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അത് പറയാനുള്ളതിൻ്റെ 1-ാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. നമുക്കൊരു ദൈവമുണ്ട്. അല്ല, അടുത്ത വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കലങ്ങരുതിന്റെ കാരണം പറയാം, നമുക്കൊരു ദൈവമുണ്ട്. ഈ ആഴ്ചയിൽ ഒരു ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ നമുക്കിടയായി. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങി പോകരുത്. സ്തോത്രം. ഹൃദയം കലങ്ങരുത്. കാരണമാ, ഒന്ന് ദൈവമുണ്ട്. ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്കും സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല. അറിയാനാണ് നമ്മൾ ജീവിച്ചത്. സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ അല്പം ശക്തിയുള്ളതെല്ലാം ദൈവമാണെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നേക്കാൾ അല്പം കൂടെ കരുത്തും ശക്തിയുള്ളതെല്ലാം ദൈവമാണെന്ന് ചിന്തിച്ചു. അങ്ങനെ ജീവിച്ചൊരു കാലമുണ്ട്. അല്ല, പൗലോസ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചത് നേരത്തെ എങ്ങനെയായിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും. അപ്പോൾ ഇവിടെ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. ഇവിടെ പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ 1-ാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളെ നിർമ്മിച്ച ആ ദൈവം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം പറയാ, നേരത്തെ നമുക്ക് ദൈവം ഇല്ലായിരുന്നു.
ആ നേരത്തെ ജീവിതം ആ പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 പറയുക. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവം ഏതാണെന്ന് അറിയാതെ, അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, അന്ന് അതാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, പിന്നെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഈ സ്വഭാവത്താൽ പലതും ദൈവങ്ങളല്ല. സ്വഭാവത്താൽ ദൈവങ്ങളല്ല പലതും. അതെന്താ? ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയുണ്ട്, സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. ഒന്ന്, ദൈവം സർവജ്ഞാനിയാണ്. എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ദൈവത്തിന് സർവജ്ഞാനി, എല്ലാത്തിനെ പറ്റി ജ്ഞാനമാണ്. സ്തോത്രം. സർവജ്ഞാനിയാകുന്ന ദൈവത്തിന് ഭാഷയുടെ പ്രോബ്ലം ഒന്നും വരിക. അതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ പരിഭാഷയ്ക്ക് ആള് വേണ്ട. ഇന്ന് അതാരാ? അത് ദൈവം. അപ്പുറമുള്ള അത് ദ്വിഭാഷി. ദൈവത്തിന് എന്തിനാ ദ്വിഭാഷി? ഈ ദൈവത്തിന് ഭാഷ അത്ര വശമില്ല. ഇംഗ്ലീഷ് തുരുതുരാന്ന് സാഹിബ് ഉപയോഗിക്കുമ്പം ദൈവം സാഹിബ് തുരുതുരാന്ന് ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ്, അതിന് ദൈവത്തിന് അറിയത്തില്ല. അതിന് ദ്വിഭാഷിയെ അല്ല, സ്വഭാവത്താൽ ദൈവമല്ല. എന്നാൽ ഈ കാണുന്ന സർവത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ഭാഷാ പ്രോബ്ലവും ഇല്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, തമിഴിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, കന്നഡ പ്രാർത്ഥിച്ചാലും ദൈവം. സ്തോത്രം. ഫ്രഞ്ചുകാർ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ചൈനക്കാർ പ്രാർത്ഥിച്ചാലും ദൈവം. അതാ ദൈവം. നിങ്ങളോട് ചൈനക്കാരുടെ ചൈനീസ് വല്ലതും പറഞ്ഞാലോ കേക്കും. സ്തോത്രം. അല്ല, സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ലെന്ന്. ദൈവം സർവജ്ഞാനി, അതുകൊണ്ട് ദൈവത്തിന് ഭാഷാ പ്രോബ്ലം ഇല്ല. ദൈവത്തിന് ദ്വിഭാഷി വേണ്ട. ദൈവത്തിന് പരിഭാഷയ്ക്ക് ഏത് ഭാഷയിൽ ഏത് രാജ്യത്തിൽ നിന്ന് ആര് സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നോ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടിയും തരും. അല്ല, സ്വഭാവത്താൽ മറ്റതൊന്നും ദൈവമല്ല. അല്ല, പൗലോസ് പറഞ്ഞ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠത, ദൈവ സർവജ്ഞാനിയ, ദൈവ സർവശക്തന, സർവവ്യാപിയാണ്, സർവത്തെയും നിർമ്മിച്ചവനാണ്. അവിടുന്ന് സർവശക്തന. നമ്മൾ നേരത്തെയൊക്കെ പേപ്പറിൽ കണ്ടത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് പനി കൂടി, പിന്നീട് പേപ്പർ വന്നു ദൈവം ഐസിയുലായി. പിന്നീട് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാ ദൈവം ഇപ്പം വെന്റിലേറ്ററില്ല. ദൈവം അവിടുന്ന് ജീവനായകന്. ദൈവത്തിന് വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവിടുന്ന് ജീവന്റെ ഉടയവനാ. അല്ല, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ, അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, ബാക്കി ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. മനുഷ്യരാരും ദൈവമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാ. അപ്പൊ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്.
മാതാപിതാക്കളെ നിന്നെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. ഭാര്യയും ഭർത്താവും അന്യോന്യം വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. സഭക്കാർ നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവദാസന്മാരും ദൈവമക്കളും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. അവസ്ഥകൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽ ആ പടിയതിലോട്ടൊന്നും ഇനി പോകരുത്. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്ടോണം. ഈ ഭൂമിയിൽ ആമൻ ഭൗതികമായിട്ടൊന്നും നേടാനും ആമൻ നേടിയെടുക്കാനും ഒത്തില്ലെങ്കിലും സന്തോഷിപ്പാനും ആനന്ദിപ്പാനും മക നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യദൈവത്തെ ഭജിക്കുവാൻ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. രണ്ട്, അവിടെ കർത്താവ് പറയാ, എന്നിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്കുണ്ട്. ആ കർത്താവ് നമുക്കുണ്ടെന്ന് പറയാൻ അതിൻ്റെ ഒരു ആശയം, ഇപ്പോൾ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എൻ്റെയും നിന്റെയും പക്ഷം പിടിച്ച് യേശു വാദിക്കാൻ കാര്യം? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അത് മറ്റാരുമല്ല. ആമ തിരുവചനം പഠിപ്പിക്കുന്നത് അപവാദിയാകുന്ന പിശാച്. രാപകൽ പുള്ളിയുടെ പണി രാപകലിരുന്ന് അപവാദം പറയുക പുള്ളിയുടെ ജോലി. നമ്മൾ പകല് അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോവുകയും എടുക്കുകയും ചെയ്യും. രാത്രി നമ്മൾ പ്രാർത്ഥിച്ചേച്ച് കിടന്നുറങ്ങുക. അല്ല, പുള്ളി അതല്ല. രാത്രി മുഴുവൻ അതിനകത്തെല്ലാം ഇരുന്ന് സെറ്റ് ചെയ്യുക. രാത്രി മുഴുവൻ ഇരുന്ന് സ്തോത്രം. അപവാദി മുഴുവൻ. അപ്പോൾ രാപകൽ ഉറക്കമില്ല ചിലതിന്. അയ്യോ, ഇല്ലില്ല, ഉറക്കമെന്ന് പറയുന്നത് ഇല്ല. ആ മോന്തയൊക്കെ കാണുമ്പോൾ അറിയാം ഉറക്കം വിളച്ചതെല്ലാം കുരുക്കെല്ലാം കൂടെ പോയിച്ച് ഉറക്കം. രാപകൽ ഇരുന്ന് അപവാദമാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുക, ഹൃദയം കലങ്ങരുത്. കാരണം ഒന്ന്, ഒരു ദൈവമുണ്ട്. രണ്ട്, എന്നിൽ വിശ്വസിപ്പിൻ, യേശു ക്രിസ്തുവിൽ. കാരണം പറയാ, അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് അപവാദി. ഇവന് പല പേരുണ്ട്, സ്വഭാവം അനുസരിച്ചാ പേര്. ഇവിടെ അപവാദം പറയുന്നുണ്ട്, അപവാദി. ഇവർ രാപകൽ അപവാദം പറയുമ്പോൾ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കും. ഇന്ന് രാത്രി ആ ഒരു കർത്താവ് പക്ഷപാതം പിടിച്ച് ചെയ്യുന്നതുകൊണ്ട്, അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്. ഇന്ന് രാത്രി ഹൃദയവേദനയോടെ മനോഭാരത്തോടെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹൃദയം കലങ്ങരുത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിൽ വാദിക്കുന്നുണ്ട്. യോബ് പറഞ്ഞല്ലോ, ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുക. നമുക്ക് വേണ്ടി ഉയരത്തിൽ ജാഗരിക്കുന്ന ഒരുവനുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. ഹൃദയം കലങ്ങരുത്. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കഷ്ടത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റ് ശരണമാ. അവിടുന്ന് പരിചയായി ഫലതയായി ശരണമായി നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.
ഒരു പഴയ പാട്ടുണ്ട്, ചേർന്ന് 2 ശീല് പാടിയാ മതി. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, കുറ്റം കൂടാതെ എന്നെ മുറ്റു തീരുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റു തീരുത്താൻ കഴിവുള്ളവനെ, ഓതാതെ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ ഒരുവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്. എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്താൻ പോകുക. ദൈവത്തിന് സ്തോത്രം. 3, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ഹൃദയം കലങ്ങരുത്. ഇവിടെ വലിയ വീടും ചുറ്റുപാടും ഒന്നുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നല്ലൊരു ഭവനം ഒരുക്കുന്നുണ്ട്. പിന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാവർക്കും മഞ്ഞും മറ്റു വെയിലും മറ്റു ദോഷവും ഏശാതെ പാർക്കാനൊരു പാർപ്പിടം ആവശ്യം. അത് ദൈവം തരും. സ്തോത്രം. ഇവിടെ റോഡിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ കിടത്തുകയില്ല. വാടകയ്ക്കാണെങ്കിലും കിടക്കാൻ ഇടം തരുന്നുണ്ടല്ലോ, ഇല്ലേ? യോടി, നിങ്ങൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം എങ്കിലും വാടകയ്ക്കാന്നേലും ആ വാടക വീട്ടിൽ കട്ടിലെ കിടക്കാനൊക്കുന്നുണ്ടല്ലോ, ഇല്ലേ? യോടി, ഈ കോടിക്കണക്കിന് വീട് പണിന്ന് വെച്ചാൽ അത് കിടക്കാതെ ആശുപത്രിയിൽ പോയി കിടക്കുന്ന എത്ര എണ്ണവാ? ദൈവം അവരെ വിടിവിക്കട്ടെ. ഞാനതിൻ്റെ ഒരു വശമാണ് പറയുന്നത്. അവിടെ ആശുപത്രി കിടക്കുന്നവരെല്ലാം സൗഖ്യമാക്കട്ടെ, വീട്ടിൽ കൊണ്ടുവരട്ടെ. എന്നാലും അത് വെച്ച് നമ്മളൊന്ന് തുലനം ചെയ്യണം, വേണ്ടേ? ലക്ഷക്കണക്കിന് വിലയുള്ള മെത്ത മേടിച്ച് ചാരി വെച്ച് കാഞ്ഞിരപ്പാട് പലകട്ടിലെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കും മെത്ത എവിടെ ഉണ്ടോ എന്ന്. അപ്പം അതിലും നല്ലത് മെത്ത ഇല്ലാതെ തഴപ്പാ വിരിച്ച് കിടക്കുന്ന നമ്മൾ തന്നെ, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പറയും, പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്, 100 പറ കണ്ടം, 100 പറ കണ്ടം. പക്ഷേ ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്ന് 2 ചപ്പാത്തി എണ്ണ ചേർക്കാതെ 100 പറ കണ്ടമുണ്ട്. നെല്ല് ഇഷ്ടം പോലുണ്ട്, അരി ഇഷ്ടം പോലുണ്ട്. പക്ഷേ ചോറ് കഴിക്കാൻ വയ്യ. അരിയെല്ലാം കൂടെ ആലുവായ്ക്ക് കയറ്റി വിട്ടേച്ച് അവറാച്ചൻ 2 ചപ്പാത്തി എണ്ണ കൂടാതെ പാവയ്ക്കാത്തോരനുമായിട്ട് പാവയ്ക്കാത്തോരൻ ചപ്പാത്തിയുടെ മേളിൽ നിരത്തി ചുരുട്ടി. അന്നേരം അവറാച്ചൻ്റെ കണ്ടത്തിലെ അരി എടുത്ത് കല്ലുപണിക്ക് പോകുന്ന തങ്കച്ചൻ 2 പ്ലേറ്റ് ചോറടിക്കുന്നു. അവറാച്ചൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അവറാച്ചനേക്കാളും നല്ലത് തങ്കച്ചൻ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? അവറാച്ചാൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളാണ്. ഏതാ? പോത്ത് സെപ്പറേറ്റ്, മട്ടൻ, ചിക്കൻ, കാള വേറെ. പക്ഷേ ഒരു കഷണം പോലും കഴിക്കാൻ ഒക്കുന്നില്ല.
5 ബ്ലോക്ക്. അവറാജന് 5 ബ്ലോക്ക്. പിന്നെ ഇത് ഇടുമല്ല, എന്താ സ്റ്റെൻഡ് എന്തുവാ ഉടക്കിയിടുന്ന സാധനം, അതെല്ലാം ഇട്ടിരിക്കുക. അവിടെ കിണർ പൊടിക്കാൻ വന്ന ബേബി 1/2 കിലോ ഇറച്ചി ഇരുന്ന് കഴിക്കുന്ന അവറാജൻ നോക്കിയിരിക്കുക. അമ്പച്ച് പെരുക്കുക. അവന് ഇരിപ്പ് കണ്ടപ്പോൾ കൊച്ചമ്മ വെച്ച് ബേബി ഇച്ചിരി ഇച്ചിരി കൊണ്ടുവരാൻ പറഞ്ഞ് കിണർ അവറാജൻ കസേര ഇരുന്ന് ബേബി ബീഫ് അടിക്കുന്നത് കണ്ട് അപ്പം ഫ്രിഡ്ജിനകത്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ നല്ലതാണെന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല. അനേകർക്ക് കോടിക്കണക്കിനുണ്ട്, സ്വത്തുമുണ്ട്, ഭൗതിക ഭക്ഷണങ്ങളെല്ലാം ധാരാളമുണ്ട്, പക്ഷെ കഴിക്കാൻ ഒക്കുന്നില്ല. ഒന്നുമില്ലെങ്കിലും ആ ലഭിക്കുന്ന ആഹാരം കൈ നിറച്ച് വയറ് നിറച്ച് കഴിക്കാൻ ദൈവം ഭാഗ്യം തരുന്നില്ല. അതല്ലേ ഭാഗ്യം? നിനക്ക് 2 മുറിയേ ഉള്ളു, പക്ഷെ അതിനകത്ത് കിടക്കാനും ഉറങ്ങാനും ഭാഗ്യം കിട്ടുന്നല്ലോ. മറ്റവൻ കോടിക്കട വീട് പണിതിട്ടിരിക്കുക, പക്ഷെ ഉറക്കവുമില്ല, വീട്ടിൽ കിടക്കാനും. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ ഞങ്ങളുടെ ഇവിടെ പ്രസംഗിക്ക് പറയും, എവിടാ വീട്? പുളുക്കീട്. പക്ഷെ പഞ്ചസാര ഇട്ട കാപ്പ് കുടിക്കാൻ അവിടെ പുളുക്കീട് ഷുഗർ ഫാക്ടറി ഉണ്ട്. അതുകൊണ്ടാണ് ലോഡ് കണക്കിനിങ്ങനെ കയറി പോകുന്നത് കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം നമുക്ക് ആരോഗ്യം തന്നില്ലേ? ആയുസ് തന്നില്ലേ? ഭക്ഷിപ്പാൻ ആഹാരം തന്നില്ലേ? ധരിപ്പാൻ വസ്ത്രം തന്നില്ലേ? കയറി വാടകയ്ക്കാന്നേലും കിടക്കാൻ ഇടം ദൈവം തന്നില്ലേ? നടന്നാന്നേലും ഇങ്ങോട്ട് കയറി വരാൻ ദൈവം ആക്കം തന്നില്ലേ? ശരീരത്തിന് ബലം തന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മളെക്കാൾ മിടുക്കന്മാർ മാറ്റപ്പെട്ടപ്പോൾ ആയുസോടെ ദൈവം ഭൂമിയിൽ ശേഷിപ്പിച്ചില്ലേ? ഇല്ലേ? കോവിഡിന്റെ ആ രൂക്ഷ സമയത്ത്, ഇപ്പോഴും കോവിഡ് രൂക്ഷമായി വരുന്നെന്ന് കേൾക്കുന്നു. ആമേൻ. ദൈവം അതിനെയെല്ലാം മാറ്റിത്തരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മളെക്കാൾ ഉന്നതന്മാരും മിടുക്കന്മാരും ഒക്കെ വിശുദ്ധന്മാരും ഒക്കെ കടന്നുപോയി ദൈവം നമ്മളെ ഭൂപരപ്പിൽ ഇന്ന് രാത്രി വരെ ശേഷിപ്പിച്ചു. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, നമ്മുടെ വേർപാട് കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടല്ല, നമ്മുടെ ആരാധനയുടെ മെച്ചം കൊണ്ടല്ല, ദൈവത്തിന്റെ ദയയാ. വിലാപങ്ങളിൽ വായിക്കാൻ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ. ഓർത്തോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭവനമില്ലല്ലോ എന്നോർത്ത് ആരും നിരാശപ്പെടണ്ട. ദൈവം അതൊക്കെ ഈ ഭൂമിയിലും തരും. ഇതിലെല്ലാം ഉപരി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതൊന്നും വിവരിക്കുന്നില്ല. സ്തോത്രം. കൈകൊണ്ട് തീർക്കാത്ത വീടുകൾ, മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ടെന്നാ. ഇവിടുത്തതെല്ലാം ഇടിഞ്ഞും പൊളിഞ്ഞും പോകുന്നതാ. ഇല്ലേ? പണ്ട് പാവങ്ങളെല്ലാം ഇട്ട് ഉണ്ടാക്കിയ വീടും പരിസരമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പം എല്ലാം കാലാപ്പുറത്തല്ലി കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇല്ലേ? ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. കഷ്ടമാനം കഷ്ടപ്പെടുത്തി അവരെ കൊണ്ടൊക്കെ പണിയിപ്പിച്ചതാണ്. അതെല്ലാം ഇപ്പം നശിച്ച് വെണ്ണീർ നാശം വന്ന് പലതും അല്ല. ഇപ്പം അവിടെ ചെല്ലുമ്പം കല്ല, ഇത് പഴയ കല്ല, അത് പഴയ തടിയാ, പക്ഷെ എല്ലാം ദ്രവിച്ച് മുഴുവൻ ദ്രവിക്കും. ഇതെല്ലാം നശിക്കും. നിലനിൽക്കുന്ന ഒരെണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 4, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ അതോടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ പറഞ്ഞ സമയമാകും. സ്തോത്രം. ഈ ചെറുക്കൊരു ധാരണയുണ്ട്, സമയത്ത് നിർത്തുകയല്ലെന്ന്. സമയം നോക്കിയാൽ കൃത്യത്തിന് ഞാൻ കൊണ്ടുവരിക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. 4, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, ഈ കഷ്ടങ്ങളും പോരാട്ടങ്ങളും അപമാനങ്ങളും ആക്ഷേപങ്ങളും
നിന്നയും ഈ പങ്കപാടുമൊക്കെ സഹിച്ചാണ് നമ്മളിവിടെ ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ? നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്. പെന്തിക്കോസിൽ പോകുമ്പോൾ ചിലപ്പോൾ കുടുംബക്കാർ ചിലരൊക്കെ നിന്ദിക്കും. എന്തായി പോരെ അളക്കാം, ഇവിടെ ദൈവം ഇല്ലായിട്ടാണോ അങ്ങോട്ട്, അങ്ങനെയൊക്കെ ചോദിക്കും. കല്യാണത്തിന് നീ കേട്ടെ ഉടനെ അവർ ഇവിടുന്ന് വെച്ച് പറയാം ബെന്തിക്കോസ്. ആക്ഷേപിക്കും. സ്തോത്രം ഇല്ലേ? ആക്ഷേപിക്കും. അതാണ് ഹല്ലേലൂയ. അപ്പൊ ആക്ഷേപം നിന്നയൊക്കെ ഉണ്ട് നമുക്ക്. അപമാനം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി ഇതെല്ലാം ഇതിനകത്തുണ്ട്. ചിലയിടത്ത് നമ്മളെ മാനിക്കും, ചിലയിടത്ത് അപമാനിക്കും, ചിലയിടത്ത് ദുഷ്കീർത്തി, ചിലയിടത്ത് സൽകീർത്തി, നിന്ന, അപവാദം, ആക്ഷേപം, പരിഹാസം, എന്തെല്ലാം പങ്കപ്പാടുകളാ. ഇതെല്ലാം സഹിച്ചാ നമ്മളിവിടെ നിൽക്കുന്നത്. എന്നാ ഇതെല്ലാം അങ്ങ് തൂങ്ങിച്ചാകാം. പിന്നെ എന്നോടൊരിക്കൽ പറഞ്ഞു ഏതായാലും ചത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു യാകാനല്ലേ ഇതിനകത്ത് വന്നേ, ചാകാൻ ഇതിനകത്ത് വരണോ? വേറെ ആളൊരിക്കലും ശബ്ദം കണ്ടുകൊണ്ട് ഓടി വന്ന് ഞാൻ കുരുക്കിടുക എന്ന് ഓർത്ത്. പിന്നെ എനിക്ക് എന്ത് ഉദ്ഘാടനം നടത്തില്ലേ കുരുക്കിടാൻ. എന്നെ കുരുക്കിട്ടിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ, ഞാൻ കുരുക്കിടുകയല്ല. ചാകത്തുമില്ല. വേറെ ആത്മഹത്യ, വിഷം അടിക്കത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല, ആറ്റിച്ചാടിച്ചാകത്തില്ല, നാട് വിടത്തില്ല, കട്ടിലിനടി കയറി പാത്തിരിക്കുകയല്ല. നമ്മളിതെല്ലാം സഹിച്ചിവിടെ നിൽക്കുകയല്ലേ. ആത്മഹത്യ ചെയ്യാൻ മാർഗമില്ലാണ്ടാണോ? കയറുണ്ട്, വിഷമുണ്ട്, കിണറുണ്ട്, റെയിൽവേ പാളമുണ്ട്, എന്തെല്ലാം മാർഗം അല്ലേ? മാർഗമില്ലാണ്ടാണോ? എന്നാ കഷായമോ? കഷായമുണ്ട്, പാമ്പുണ്ട്. പുള്ളി പറയുന്ന പാറശാല കഷായമാണ്. എന്തേലും ആട്ടെ, അല്ല മാർഗം ഒത്തിരി ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ ചെയ്താൽ നീ അങ്ങ് നിത്യതയെ പോകത്തില്ല. ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലുകയില്ല. ആത്മക പരിഹാരമല്ല, മദ്യപാനവും പരിഹാരമല്ല, നാട് വിടുന്നതിന് പരിഹാരമല്ല, പാത്തിരിക്കുന്നതിന് പരിഹാരമല്ല. നീ ഇതെല്ലാം സഹിച്ചു നിൽക്കണം. അങ്ങനെ സഹിച്ചു നിൽക്കുമ്പോൾ ഹൃദയം കലങ്ങരുതെന്ന് പറയാനുള്ള നാലാമത്തെ കാര്യം, ഒരുവൻ പറഞ്ഞയച്ചാ പോയത് ഞാനതെല്ലാം കൂടെ ഒരുക്കി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്ത് കൊള്ളും. ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ നാലാമത്തെ കാര്യം, ഒരുവൻ തിരിച്ചു വരും. ആര്? യേശു ക്രിസ്തു. എന്തിന് തിരിച്ചു വരും? നമ്മെ ചേർക്കാൻ. നമ്മെ എന്ന് പറഞ്ഞാൽ ആര്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് വീണ്ടും തിരിച്ചു വരും. ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. നമ്മെ ചേർക്കുവാൻ ഒരുവൻ തിരിച്ചു വരും. ഇപ്പോൾ പക്ഷപാതം തികയുന്ന ക്രിസ്തു അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കുവാൻ അവിടുന്ന് തിരിച്ചു വരും. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിച്ച് ധൈര്യപ്പെട്. എല്ലാ മനോവേദനകളും മാറട്ടെ. ഹൃദയത്തിന്റെ കലക്കങ്ങൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. രണ്ട്, പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. മൂന്ന്, നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. നാല്, ഒരുവൻ തിരിച്ചു വന്ന് നമ്മെ ചേർക്കുവാൻ പോകുക. ഇന്ന് രാത്രി ധൈര്യപ്പെടാ.